ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പാനൂർ എസ് അക്കാദമിയിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി. പൊതു തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. EVM കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം, പ്രചരണം എന്നിവയ്ക്ക് ശേഷം വോട്ടിംഗ് സ്ലിപ്പ് കാണിച്ച് കൈവിരലിൽ മഷി പുരട്ടി സ്കൂൾ ലീഡർക്കായി വോട്ട് രേഖപ്പെടുത്തിയത് വിദ്യാർത്ഥികളിലും ഏറെ സന്തോഷമുളവാക്കി. കള്ളവോട്ട് ചെയ്യാനെത്തുന്നവരെയും വഴക്കുണ്ടാക്കുന്നവരെയും എങ്ങനെ നേരിടണമെന്ന് കേന്ദ്ര സംസ്ഥാന പോലീസുകാർ മുതിർന്നവർക്ക് കാണിച്ചു കൊടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറ്റി നിർത്താതെ അവരെയും ബൃഹത്തായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ പറഞ്ഞു. ഈ സംവിധാനം ഇവിടെ ഒരുക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മക്കൾക്കും കൂടി ഈ പാർലമെൻറ്റ് സംവിധാനം, ഈ ഇലക്ഷൻ സംവിധാനത്തിനെ പറ്റിയുള്ള കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരിക്കുള്ള രൂപത്തിൽ തന്നെ പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേക്കാൾ എല്ലാ ഒരു ഇലക്ഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും EVM മെഷീൻ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ പോലീസുണ്ട്, മിലിറ്ററിയുടെ പേഴ്സൺ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംവിധാനമാണ്. അതിൽ കൂടി ഈ മക്കളോട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്നാണ് ഈ സംവിധാനത്തിൽ കൂടി ഈ എസ് അക്കാദമി ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന ധാരണ മാറ്റി അവരെയും ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ സ്കൂൾ ഇലക്ഷന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ സംഘടിപ്പിക്കാനുള്ള കാരണം ഭിന്നശേഷിയുള്ള മക്കളാണെങ്കിലും അത്തരം സംവിധാനങ്ങളെക്കുറിച്ച് കുട്ടികൾക്കൊരു അറിവ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സാധാരണ ജനറൽ അസംബ്ലിയിലേക്ക് നടക്കുന്ന അതേ രീതിയിൽ തന്നെ ഇലക്ഷൻ നടത്താനുള്ള ഒരു കാരണം അതാണ്. കുട്ടികളെ ഈ മെഷീൻ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും എങ്ങനെയാണ് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ള ധാരണകൾക്ക് കുട്ടികൾക്ക് വരുത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഇലക്ഷൻ സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ നിവ്യ, അധ്യാപകരായ റുക്സാന, നിദ നാസർ, നസ്നി, ഫസ്ന, ഫാത്തിമ ഹാറൂൺ, KK സുമയ്യ, PP സക്കരിയ എന്നിവരും നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.